നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും 9 മണി വാർത്തയിലേക്ക്. ശബരിമല ഭരണസമിതി കളവിന് കണ്ണടച്ച് കാവലൊരുക്കിയെന്ന കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘം. അധികാരികൾ അറിഞ്ഞുള്ള തട്ടിപ്പെങ്കിൽ കള്ളന്മാരെയാണോ ഒന്നാം പിണറായി സർക്കാർ ശബരിമലയുടെ താൽക്കോൽ ഏൽപ്പിച്ചത്? ആഗോള അയ്യപ്പ സംഗമം പൊളിക്കാൻ നടന്ന ഗൂഢാലോചന എന്ന സർക്കാർ വാദം വാരിക്കെട്ടി എടുത്തോടേണ്ട ഗതികേടിലാണോ ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന ഭക്തി മാഫിയെ പോറ്റിയത് തന്നെ ദേവസ്വം ബോർഡെന്ന് വെളിപ്പെടുകയാണോ? പോറ്റിയിൽ നിന്നും ഉദ്യോഗസ്ഥരിലേക്ക്, ഉദ്യോഗസ്ഥരിൽ നിന്ന് CPM CPI നേതാക്കളായ മുൻ ബോർഡ് അംഗങ്ങളിലേക്ക്, പത്മകുമാറിനും സംഘത്തിനും മേലെ ഇനി ആരൊക്കെ? ഈ ഗൂഢാലോചനയുടെ യഥാർത്ഥ ബിഗ് ബോസ് ആര്? വിശദമായി പരിശോധിക്കാം. നോക്കാം ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 3 പേർ മരിച്ചു. ദാരുണാന്ത്യം കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗം സോണി എസ് കുമാറിന്. നെടുവത്തൂർ സ്വദേശിനി അർച്ചനയും സുഹൃത്ത് ശിവകൃഷ്ണനും മരിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിന്റെ കൈവരിയിടിഞ്ഞു. മരിച്ച അർച്ചന 3 കുട്ടികളുടെ അമ്മ. ഇസ്രായേലും ഹമാസും ഇന്ന് ബന്ദികളെ കൈമാറും. ഈജിപ്തിൽ ട്രംപ് ഉൾപ്പെടെ 20 ലോക നേതാക്കൾ പങ്കെടുക്കുന്ന 3ാം ഘട്ട സമാധാന ചർച്ച. യുദ്ധം അവസാനിച്ചെന്ന് ട്രംപ്. വെടിനിർത്തൽ തുടരുമെന്ന് പ്രഖ്യാപനം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടക്കമുള്ള പ്രതികളെ കസ്റ്റഡിയിലെടുത്തേക്കും. ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിൽ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തും. അമിക്കസ് ക്യൂറിയുടെ പരിശോധന ഇന്നും തുടരും. പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസും BJPയും. മന്ത്രിയുടെ ഏറ്റുമാനൂരിലെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധിക്കാൻ യുവമോർച്ച. അഫ്ഗാന്റെ ആക്രമണത്തിൽ പ്രതിരോധത്തിൽ പാകിസ്ഥാൻ. 58 പാക് സൈനികരെ കൊന്നെന്ന് അഫ്ഗാൻ. നിരവധി സൈനികരെ തടവിലാക്കി. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇറാനും സൗദിയും ഖത്തറും. ഭിന്നശേഷി അധ്യാപക നിയമത്തിൽ ഇന്ന് സർക്കാരിന്റെ സമവായ ചർച്ച. സഭകളുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിലെ നിയമങ്ങളും അംഗീകരിച്ചേക്കും. മുനമ്പം കോടതി വിധിയിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന്. പിണറായി വിജയൻ ഡൽഹിയിലേക്ക് പോയത് മകന്റെ പേരിലുള്ള കേസ് ഒതുക്കാനെന്ന് KM ഷാജി. അമിത്ഷാ മന്ത്രാലയം വിട്ടിറങ്ങി വന്ന് പിണറായിയെ കണ്ടെന്നും KM ഷാജി. സംസ്ഥാനത്തെ സ്കൂളുകളിൽ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് ഒരുങ്ങിയ വിദ്യാഭ്യാസ വകുപ്പ്. കായിക വിദ്യാർത്ഥികൾക്ക് കൂടി ഗുണകരമാകുന്ന രീതിയിലാകും പരിഷ്കരണം. വിശദമായി നോക്കാം. കൊല്ലം നെടുവത്തൂരിൽ കിണറിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടയിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 3 പേർ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ശിവകൃഷ്ണൻ അർച്ചനയെ മർദ്ദിച്ചുവെന്നും തർക്കത്തിന് പിന്നാലെയാണ് കിണറ്റിൽ ചാടിയതെന്നും മക്കൾ പോലീസിന് മൊഴി നൽകി. മർദ്ദനത്തിൽ മുഖത്ത് പരിക്കേറ്റ അർച്ചന ഫോണിൽ ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങൾ ന്യൂസ് 8 ലഭിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക്. കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ ആറ്റിങ്ങൽ സ്വദേശി സോണി എസ് കുമാർ, നെടുവത്തൂർ സ്വദേശിനി അർച്ചന, സുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിന്റെ കൈവരിയിടിഞ്ഞു വീണായിരുന്നു അപകടം. മരിച്ച അർച്ചന 3 കുട്ടികളുടെ അമ്മയാണ്. 34 വയസ്സുണ്ട്. അവളിവിടെ വന്ന് താമസക്കാരിയാ. 3 കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ ഭർത്താവ് ഉണ്ടായിരുന്നു. അയാളുമായിട്ട് പിണങ്ങി നിൽക്കുക. 5-6 മാസത്തിന് മുമ്പേ അയാൾ പോയി. അങ്ങനെ ഇവള് എടുത്ത് കിണറ്റി ചാടിയതാണ്. ചാടിയപ്പോഴേ ഇവർ ഫയർഫോഴ്സിനെ വിളിച്ച് ആളുകൾ വന്ന് ഇവളെ ഈ ചാടിയ പെണ്ണിനെ എടുത്തും കൊണ്ട് ഫയർഫോഴ്സുകാരൻ കയറി വരുമായിരുന്നു. കയറി വന്നപ്പോൾ വെള്ളമാണോ എന്തോന്ന് അറിയത്തില്ല. 23 വയസ്സുണ്ടെന്ന് പറയുന്ന ആ പയ്യൻ ഇങ്ങനെ വെട്ടം അടിച്ചു കൊടുത്തതാണ്, ലൈറ്റ് അടിച്ചു കൊടുത്താൽ മാറും എന്നാൽ അവിടെ നിന്നവർ മൊത്തവും പറഞ്ഞൊക്കെ ഇവൻ കേട്ടില്ല. അവൻ പറഞ്ഞ ഫോൺ പോന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്നും പറഞ്ഞ് ഇവൻ അവിടെ ബലമായിട്ട് നിന്ന വഴിക്ക് തന്നെ ഇവനും ഈ കിണറുമായിട്ട് മറിയുക ചെയ്തത്. അന്നേരം ഇല്ല, ബോഡിയായിട്ട് കയറി വന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ മേളിൽ ഈ ഇതെല്ലാം കൂടെ വീണ് ആ പുള്ളി പെട്ടെന്ന് മരിച്ച്
അപ്പോഴേ അയാളെ അങ്ങ് കൊണ്ടുപോയി. അന്നേരം സമയമുണ്ട് 1:04 ആംബുലൻസ് ഈ ബോഡിയായിട്ട് പോകുന്നത്. രാത്രി 1 മണിയോടെ നമ്മുടെ നിലയത്തിൽ ഒരു കോൾ വരികയാണ്. അത് കുണ്ട്രയിൽ നിന്നാണ് അറിയിക്കുന്നത്. അറിയിപ്പ് ഇങ്ങനെയായിരുന്നു: കൊട്ടാരക്കര നിലയത്തിൽ നിന്നും ഒരു അപകടത്തെ തുടർന്ന് കിണറപകടം ഉണ്ടായി. അപ്പം നമ്മളൊരു ജീവനക്കാരെ ഇറങ്ങി, പുള്ളിക്ക് ഒരു അപകടം പറ്റി. അതുകൊണ്ട് അസിസ്റ്റിന് വേണ്ടി കുണ്ട്രയ്ക്ക് വിളിച്ചതാണ്. കുണ്ട്രയിൽ നിന്ന് കൊല്ലം നിലയത്തിലേക്ക് കോൾ വന്നു. നമ്മൾ വണ്ടിയിൽ എത്രയും പെട്ടെന്ന് തന്നെ പുറപ്പെടുകയായിരുന്നു. ഇവിടെ നമ്മൾ വന്നപ്പോഴത്തേക്ക് ഏകദേശം നമ്മളൊരു ജീവനക്കാരൻ ചുറ്റുമതിൽ കൂടി നിന്നവർ ഇവിടെ നമ്മളെപ്പോഴും അപകടം നടക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ആൾക്കാർ ദൂരെ മാറി നിൽക്കണം എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടെ സാഹചര്യം അങ്ങനെയല്ലായിരുന്നു. അടുത്ത് നിന്ന് ആരോ എന്തോ സംഭവിച്ചു, കിണറിൻ്റെ തിട്ട ഇടിഞ്ഞ് നമ്മുടെ സഹപ്രവർത്തകൻ്റെ പുറത്തൂടെ വീണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മുടെ സഹപ്രവർത്തകന് പരിക്ക് പറ്റി. അതുകൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടുന്ന് എത്തി. ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മളെ കുണ്ട്ര നിലയും കൊട്ടാരക്കര നിലയും അത്യാവശ്യം അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ നമുക്ക് ഇറങ്ങാൻ വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി റെഡിയായി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ വന്ന വഴി നമ്മൾ തന്നെ റെഡിയായി വന്നു. ഏകദേശം 19 മീറ്ററോളം താഴ്ചയുള്ള കിണറായിരുന്നു. തീർത്തും 2 പേരകപ്പെട്ട ഒരു വിവരമാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ BSEറ്റും ബ്രീത്തിങ് അപ്പാരറ്റസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇറങ്ങിയത്. ഏകദേശം ആദ്യം ഞാനാണ് ഇറങ്ങിയത്. ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ അവിടെ അകത്ത് നേരത്തെ വന്നതിൻ്റെ കുറേ റോപ്പുകളും നെറ്റിൻ്റെ റോപ്പുകളും എല്ലാം കുടുങ്ങി കിടന്ന കാരണം സാധാരണ നമ്മൾ നെറ്റിനകത്താണ് ആളെ മുകളിലോട്ട് കൊണ്ടുവരുന്നത്. ഇപ്പം നെറ്റ് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നെറ്റിലൊരു റോപ്പ് അഴിച്ച് ആളെ ബോലേൻ്റെ സഹായത്തോടെ നമ്മൾ കെട്ടി മുകളിലോട്ട് കൊണ്ടുവന്നു. വിനീഷ് നൽകും കൂടുതൽ വിവരങ്ങൾ. വിനീഷ്, ഏറെ ദാരുണമായൊരു സംഭവമായി പോയി. 3 ജീവനാണ് നഷ്ടപ്പെട്ടതിൽ നമ്മൾ ഏറെ വേദനിപ്പിക്കുന്നത് ആ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയ ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റിൽ ധീരനായ ഒരു ഉദ്യോഗസ്ഥന്റെ ജീവനും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ ചില ദൃശ്യങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. അതിൽ പറയുന്നത് ഈ യുവതിക്കൊപ്പം താമസിച്ചിരുന്ന യുവതിയുടെ സുഹൃത്തും തമ്മിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണോ ആ വീഡിയോ ദൃശ്യം കാണിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ടാണോ യുവതി കിണറ്റിൽ ചാടിയത്? തീർച്ചയായും ഭവ്യ, അങ്ങനെ തന്നെ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം വളരെ നിർണായകമായ ചില ദൃശ്യങ്ങളാണ് പോലീസിന് ലഭ്യമായിരിക്കുന്നത്. അർച്ചനയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നുള്ളതിൻ്റെ വലിയ തെളിവ് തന്നെയാണ് ആ ദൃശ്യങ്ങൾ പങ്കുവെക്കുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് അർച്ചനയുടെ വീട്ടിലാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ കിണറ്റിലായിരുന്നു കഴിഞ്ഞ ദിവസം ദാരുണമായ സംഭവം ഉണ്ടായത്. അർച്ചനയും അർച്ചനയുടെ സുഹൃത്തും തമ്മിൽ വഴക്കിട്ടതിനെ തുടർന്നാണ് അർച്ചന ഈ കിണറിലേക്ക് എടുത്തു ചാടിയത്. ഉടൻ തന്നെ ആ സുഹൃത്ത് ആണ് ഫയർഫോഴ്സിൽ വിവരമറിയിക്കുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു. ആ സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് ഇടയിലാണ് അർച്ചനയെ രക്ഷാപ്രവർത്തനത്തിനിടയിലാണ് ഈ സുഹൃത്ത് ഈ കിണറിലേക്ക് വീഴുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ കിണറിൻ്റെ ഈ ആൾമറ കെട്ടിയ ഒരു ഭാഗമാണ് ഇത് പൂർണ്ണമായും ഇടിഞ്ഞ് ഈ കിണറിനുള്ളിലേക്ക് വീഴുകയായിരുന്നു. അപ്പോൾ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഈ അർച്ചനയെ റോപ്പിൽ കയറ്റി മുകളിലേക്ക് കൊണ്ടുവരുന്ന സമയത്തായിരുന്നു ഈ കിണറിൻ്റെ ഭാഗം ഇടിഞ്ഞ് ഉള്ളിലേക്ക് വീണത്. അതിദാരുണമായ സംഭവമായി പോയി, നാടിനെ നടുക്കിയ സംഭവമായി പോയി. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഇതിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ് കിടക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. ഉടൻ തന്നെ മറ്റ് യൂണിറ്റിൽ ഫയർഫോഴ്സിലേക്ക് വിവരമറിയിക്കുന്നു. കൊല്ലത്ത് നിന്നും കുണ്ട്രയിൽ നിന്നും 2 യൂണിറ്റ് അടിയന്തരമായി ഇവിടേക്ക് എത്തുന്നു. അങ്ങനെയാണ് രക്ഷാപ്രവർത്തനം വീണ്ടും തുടരുന്നത്. എന്തായാലും ഈ നാടിനെ നടുക്കിയ വലിയ ഒരു സംഭവമാണ്. ഇവിടെ ജനപ്രതിനിധികളെല്ലാം തന്നെയുണ്ട്. ഈ 3 പേരെയും ഇവിടെ നിന്നും ഈ കിണറ്റിൽ നിന്നും എടുത്തുവെങ്കിലും 3 പേരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. അതീവ ദുഃഖകരം. ഭവ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവൻ രക്ഷിക്കാനായി വന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ ജീവൻ ഈ കിണറിനുള്ളിൽ പൊലിയേണ്ടി വരുന്ന അതിദാരുണമായ സംഭവമാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഏകദേശം ഒരു 12 മണിയോടുകൂടിയാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. DYSP അടക്കുന്ന സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. വിശദമായിട്ടുള്ള പരിശോധനകൾ നടന്നു. നമുക്ക് DYSPയുടെ ചോദിക്കാം. സാറേ, എന്താണ് പ്രാഥമികമായിട്ട് നമുക്ക് അറിയാൻ? പ്രാഥമികമായിട്ട് നമ്മളെ ഇൻക്വസ്റ്റ് നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് വേണ്ടി കുത്തൂർ പോലീസ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും അതുപോലെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലും അങ്ങോട്ട് പോയിട്ടുണ്ട്. അർച്ചനയുടെയും സോണിയുടെയും മൃതശരീരങ്ങൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും ശിവകൃഷ്ണന്റെ മൃതശരീരം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ ശിവകൃഷ്ണൻ അർച്ചനയെ മർദ്ദിച്ചതിന്റെ ഫലമായിട്ടാണ് അർച്ചന അർദ്ധരാത്രിയോടുകൂടി കിണറ്റിൽ ചാടുകയും ഫയർഫോഴ്സ് സംഘം രക്ഷിക്കാനെത്തി
രക്ഷിച്ച് ഏകദേശം മുകളിലെത്തിയ സമയത്താണ് ഇതിൻ്റെ കിണർ ഇടിഞ്ഞ് ഒരു 3 പേരും താഴോട്ട് പതിച്ചതെന്നാണ് ഇവിടെ രക്ഷാപ്രവർത്തനത്തിലുണ്ടായിരുന്ന നാട്ടുകാരടക്കം പറയുന്നത്. ഇനി ഈ നാട്ടുകാരിൽ നിന്ന് കൂടുതൽ മൊഴി രേഖപ്പെടുത്തി അർച്ചനയെ മർദ്ദിച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പോലീസിന്റെ അന്വേഷണത്തിൽ കൊണ്ടുവരുന്നതാണ്. അർച്ചനയെ നിരന്തരം മർദ്ദിച്ചിരുന്നു എന്നതിന്റെ തെളിവാണെന്ന് തോന്നുന്നു. അർച്ചനയെ നിരന്തരം മർദ്ദിക്കുമായിരുന്നെന്ന് കുട്ടികൾ പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ ആ രീതിയിലുള്ള ഒരു അന്വേഷണവും നടക്കും. പക്ഷേ മർദ്ദിച്ച ആളും ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലുള്ള അന്വേഷണ ചാർജായിരിക്കും പോലീസ് കൊടുക്കുന്നത്. അതുതന്നെയാണ് പറയാനുള്ളത്. തീർച്ചയായും വിനീഷ്, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഇത്തരത്തിൽ മർദ്ദനവുമായി ബന്ധപ്പെട്ടാണ് യുവതി ജീവൻ ഒടുക്കാൻ തയ്യാറായത്. അതുമായി ബന്ധപ്പെട്ടാണ് കിണറ്റിൽ ചാടിയെന്നൊക്കെ മനസ്സിലാക്കുന്നു. ഈ അർച്ചന എന്നുള്ള യുവതി ഈ സ്ഥലത്ത്, ഇപ്പോൾ വിനീഷ് നിൽക്കുന്ന ആ സ്ഥലത്ത് വർഷങ്ങളായി താമസിക്കുന്ന ആളാണോ? ഈ ശിവകൃഷ്ണനുമായി അവർ ഒരുമിച്ച് താമസിക്കുകയായിരുന്നോ വിനീഷ്? എന്താണ് ശിവകൃഷ്ണൻ ആണാണ് യഥാർത്ഥത്തിൽ? നിയമപരമായി ഇവർ ഭാര്യാഭർത്താക്കന്മാരല്ല, സുഹൃത്തുക്കളാണെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ അർച്ചന 5 വർഷമായി ഈ വീട്ടിൽ താമസമായിട്ട് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇവർക്ക് വീട് അനുവദിച്ച് അങ്ങനെയാണ് ഇവർ വീട് വെച്ച് ഇവിടെ താമസമായിരിക്കുന്നത്. 3 മക്കളാണ് ഇവർക്ക് ഉള്ളത്. ഭർത്താവ് പിണങ്ങി താമസിക്കുന്നു എന്നൊക്കെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. തൃശ്ശൂർ സ്വദേശിയാണ് ഈ സുഹൃത്തുമായിട്ടാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വഴക്കുണ്ടാകുന്നത്. മദ്യലഹരിയിലായിരുന്നു. അതിനെ ചൊല്ലിയുള്ള ഒരു തർക്കമാണ് ഇത്തരത്തിലുള്ളൊരു പ്രകോപനമുണ്ടാകാനും ഈ അർച്ചനയെ ആത്മഹത്യയിലേക്ക് നയിച്ചതുമെന്നാണ് പ്രാഥമികമായി നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സംഭവം അറിഞ്ഞു തന്നെ ജനപ്രതിനിധികളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നെടുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംഗങ്ങളെല്ലാം തന്നെയുണ്ട്. നമുക്ക് ചോദിച്ചറിയാം. സാർ, ഇത് എങ്ങനെയാണ് ഈ കുടുംബവുമായിട്ട് എങ്ങനെയാണ് അറിയുന്നത്? ഇതൊരു ഇവിടെ ഉള്ള ആളുകളുമായി, അടുത്തുള്ള ആളുകളുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. ഏതാണ്ട് ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരവസ്ഥയാണ്. ഇവിടെ ഇങ്ങനെ പലരും വരുന്നു പോകുന്നു എന്നൊക്കെ ഇങ്ങനെ അറിവുണ്ട്. അപ്പോൾ ഇന്നലെ വളരെ ദാരുണമായൊരു സംഭവമാണ് ഉണ്ടായത്. ഒരു മനുഷ്യ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു സർക്കാരിൻ്റെ സേവകൻ എന്ന് വേണമെങ്കിൽ പറയാം, ആ ആള് പിന്നെ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനുണ്ടായ ദുര്യോഗം ഒരിക്കലും ആർക്കും സഹിക്കാൻ കഴിയുന്നതല്ല. ഇത് ഒരു പൊതുകിണറാണ്. ഈ വീട് ഗ്രാമപഞ്ചായത്തിൻ്റെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട് നൽകിയ വീടാണ്. ഈ മരിച്ച പെണ്ണിന് 3 മക്കളുണ്ട് എന്നാണ് പറയുന്നത്. ഈ മരണപ്പെട്ട ഇവിടെ വന്ന ഈ അപകടത്തിൽപ്പെട്ട വ്യക്തിക്ക് ഏതാണ്ട് തൃശ്ശൂർക്കാരനാണെന്നാണ് അറിവ്. ഇങ്ങനെയൊക്കെയുള്ള അറിവ് ഈ നാട്ടുകാർക്കായ ആളുകൾക്കുള്ളൂ. അല്ലാതെ വ്യക്തമായൊരു ധാരണയൊന്നുമില്ല. ഇവരിന്നലെ കഴിഞ്ഞ ദിവസം രാത്രി ഇവർ തമ്മിൽ ഭാര്യാഭർത്താക്കന്മാരല്ല, തമ്മിൽ വഴക്കുണ്ടായെന്നും അങ്ങനെയാണ് ഈ പെൺകുട്ടിയെടുത്ത് ആത്മഹത്യാശ്രമം നടത്തിയത് എന്നുമാണ് കേട്ടറിവ്. നമ്മളാരും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ഫയർഫോഴ്സിനെ വിളിക്കുകയും ഫയർഫോഴ്സുകാർ ഇവിടെ വന്ന് ആരും ആയിക്കോട്ടെ, ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഫയർഫോഴ്സിലെ ജീവനക്കാരൻ ഈ കിണറ്റിൽ ഇറങ്ങിയത്. അപ്പോൾ ഇന്നലെ കോരിച്ചൊരിയുന്ന ഒരു കാലത്തുണ്ടാകാത്ത തരത്തിലുള്ള കോരിച്ചൊരിയുന്നൊരു മഴയായിരുന്നു ഇന്നലെ. ഈ കിണർ ഒരുപാട് കാലമായി ഈ വക്കൊക്കെ കെട്ടിയിട്ട്. അപ്പോൾ ഏതായാലും അതൊരു അപകട നിലയിലുള്ള ഒരു കിണറായിരുന്നു എന്ന് ഇവിടെ ഉള്ളവർക്കറിയാം. ഏതായാലും ഈ എയർഫോഴ്സിലെ ജീവനക്കാരൻ കിണറ്റിൽ ഇറങ്ങുമ്പോഴാണ് ഇതിൻ്റെ വക്കിൻ്റെ ഏതാണ്ട് പകുതി ഭാഗവും കപ്പി ഉൾപ്പെടെയുള്ള പാലവും ഇടിഞ്ഞ് ഇവർ രണ്ടുപേരുടെയും ദേഹത്ത് വീഴുന്നത്. ബലക്ഷയമാണോ ഈ ഒരു അപകടം? തീർച്ചയായിട്ടും വക്കിൻ്റെ ബലക്ഷയമാണ് ഇതിൻ്റെ ഒരു കാരണം. എന്നാൽ ഈ ബലക്ഷയം പരിശോധിക്കപ്പെടേണ്ടതായിരുന്നു ഇത് ഉപയോഗിക്കുന്ന വീട്ടുകാർ. പഞ്ചായത്തിൻ്റെ പൊതുകിണർ എന്ന് പറയുന്നെങ്കിലും ഈ വീട്ടുകാർ മാത്രമാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് അപകടം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി അറിയാമായിരുന്നു. അത്ര ഗുരുതരമായ അവസ്ഥയിലായിരുന്നു ഇതിൻ്റെ വക്ക്. പക്ഷേ ഒരു സർക്കാർ സേവകൻ എന്ന നിലയിൽ അദ്ദേഹം ഈ മനുഷ്യ ജീവൻ രക്ഷിക്കാനുള്ള തത്രപ്പാടിൽ അദ്ദേഹം വളരെ ആത്മാർത്ഥമായി എങ്ങനെയെങ്കിലും ആ പെൺകുട്ടിയെ രക്ഷിക്കട്ടെ എന്ന ഉദ്ദേശത്തോടാണ് അദ്ദേഹം ചെയ്തത്. കഷ്ടമായിപ്പോയി. തീർച്ചയായും ഭവ്യ, അതുതന്നെയാണ് സാഹചര്യം. ശരിക്കും നാടിനെ നടുക്കിയ ഒരു വലിയ ദുരന്തമായി തന്നെ ഇത് മാറിയിരിക്കുന്നു. ശരി, വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.
മറ്റു വാർത്തയിലേക്ക്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണ കേസിലെ പ്രതി പട്ടികയിൽ ഉൾപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. സംഭവവുമായി ബന്ധപ്പെട്ട് 2 എഫ്ഐആറുകളാണ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ആരോപണ വിധേയരായ ദേവസ്വം ഉദ്യോഗസ്ഥരെയുമാകും ആദ്യം ചോദ്യം ചെയ്യുക. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തും. ഇവിടെ സ്വർണം ഉരുക്കി കടത്തിയെന്നാണ് വിലയിരുത്തൽ. സന്നിധാനത്ത് പരിശോധനയ്ക്ക് കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ജസ്റ്റിസ് KT ശങ്കരന്റെ പരിശോധന ഇന്നും തുടരുകയാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എത്തും. ക്രൈംബ്രാഞ്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ഇഡിയുടെ നീക്കം. ഡാൻ കുര്യനും ശശിനാരായണനും ഒപ്പം ആജ്ഞ രവീന്ദ്രനും വിവരങ്ങളുമായി ചേരും. എന്തായാലും വലിയ തരത്തിൽ പരിശോധന നടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ശശിനാരായണൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ശശിനാരായണൻ, നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിന്ന് നടത്തിയ ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ നേട്ടമാകും എന്ന് കരുതിയ ഇടതു സർക്കാരിന് ലഭിച്ച വലിയ തിരിച്ചടിയാണ് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. നമ്മൾ ഇന്നലെ വിജിലൻസ് റിപ്പോർട്ട് കണ്ടതാണ്. അതിൽ വളരെ വ്യക്തമായി ഭരണസമിതിയുടെ വീഴ്ചകൾ എണ്ണി പറയുന്നുണ്ട്. ആ റിപ്പോർട്ട് ന്യൂസ് 18 തന്നെയാണ് പ്രേക്ഷകരിലേക്ക് ആദ്യം പുറത്തുവിട്ടത്. എന്തായാലും ശബരിമലയിൽ കൊള്ളക്കാരെ തന്നെയാണ് കാവലേൽപ്പിച്ചത് 1ാം പിണറായി സർക്കാർ എന്നതിലേക്ക് തന്നെയല്ലേ ഓരോ ദിവസവും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ കണ്ട 25 പേജുള്ള വിജിലൻസ് റിപ്പോർട്ട് അതേറെ ഞെട്ടിക്കുന്നതായിരുന്നു. ഇന്ന് എന്ത് പ്രതീക്ഷിക്കണം? പ്രത്യേകിച്ചും ഇന്നും അമിക്കസ് ക്യൂറിയുടെ പരിശോധന തുടരുന്നുണ്ട് ശബരിമലയിൽ. വലിയ രീതിയിലുള്ള പരിശോധനകൾ ശബരിമലയിൽ നടക്കുന്നു. ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് പരിശോധന. ഏതായാലും 2 ദിവസം കൊണ്ട് പൂർത്തിയാകുന്ന പരിശോധന 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇന്നും പരിശോധന തുടരുകയാണ്. രജിസ്റ്ററുകൾ, മഹസറുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ശബരിമലയിൽ ഏകദേശം ഈ നേരത്തെ ഉള്ള രേഖകളൊക്കെ അതെല്ലാം പൂർണ്ണമായി പരിശോധിക്കുക. ഒപ്പം ഈ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് സ്വർണം കൊണ്ടുവന്നിട്ടുള്ള, അതായത് ഈ ദാരുപാലകളുടെ ശില്പങ്ങൾ, അതുപോലെ തന്നെ അതിൽ സ്വർണം പൂശിയുള്ള കാര്യങ്ങൾ, ഇതിലെല്ലാം കുറവ് വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഈ പരിശോധനയുടെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഹൈക്കോടതിയുടെ പ്രത്യേകിച്ച് നിരീക്ഷണത്തിൽ ഈ പരിശോധന നടക്കുന്നത്. എന്തായാലും KT ശങ്കരൻ ഇന്നലെയും ഇന്നുമായി പരിശോധന തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി പരിശോധന തുടരുന്നുണ്ട്. സ്ട്രോങ് റൂം തുറന്നാണ് പരിശോധന. ഈ ചെന്നൈയിൽ നിന്ന് എത്തിച്ച ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളിയിലെ കുറവ് സ്വർണ്ണത്തിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ നേരത്തെ പറഞ്ഞ പശ്ചാത്തലത്തിലാണ് ഈ മഹസറുകളും രേഖകളും രജിസ്റ്ററും എല്ലാം പരിശോധിക്കുന്നത്. എന്തായാലും ഇതിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായാൽ കർശന നടപടി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അവിടുത്തെ പരിശോധനയ്ക്ക് ശേഷം ആറന്മുളയിലെ സ്ട്രോങ് റൂം കൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രധാന സ്റ്റോറൂമാണ് ഈ സ്ട്രോങ് റൂമാണ് ആറന്മുളയിലുള്ളത്. ആറന്മുളയിലെ സ്ട്രോങ് റൂമിലും പരിശോധന നടത്തും. അവിടുത്തെ രേഖ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് എന്തായാലും ഹൈക്കോടതിക്ക് സമർപ്പിക്കുക. നിലവിലത്തെ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഇത് പ്രതികളായ സാഹചര്യമുണ്ട്. ദേവസ്വം ബോർഡും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നതെന്നാണ് ദേവസ്വത്തിന്റെ വിജിലൻസിന്റെ റിപ്പോർട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. അടിമുടി ദുരൂഹത ഈ സ്വർണം കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ പരിശോധിക്കാൻ കഴിയുന്നത്. 8ഓളം പ്രതികൾ, പ്രാഥമിക ഘട്ടത്തിൽ 8ഓളം പേരെ പ്രതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. 2019 നടന്ന കേസിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ, അദ്ദേഹം ആണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. അത് പ്രധാനമായും ഈ സ്വർണ്ണപ്പാളി പിന്നീട് ചെമ്പുപാളിയാകുന്നു. ആ ചെമ്പുപാളിയാകുന്നതിന്റെ കാര്യത്തിൽ ദേവസ്വം ഉദ്യോഗസ്ഥനായ മുരാരി ബാബു, ഒപ്പം ദേവസ്വം സെക്രട്ടറി JC അടക്കമുള്ള ആളുകൾ വലിയ വീഴ്ചകൾ വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബോർഡിന് അറിയാതെ ഇത്തരം ക്രമക്കേട് നടത്താൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടി പരിശോധിക്കണമെന്നുള്ള സംശയത്തിന്റെ നിഴലിൽ ആണ് ഈ റിപ്പോർട്ടുള്ളത്. അത് പ്രതിസ്ഥാനത്തേക്ക് വരുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടാകുന്നത്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ഇതെല്ലാം വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുക. കൃത്യമായി ഈ ഇതിനകത്ത് ക്രമക്കേട് നടന്നു എന്നുള്ള കാര്യം വിജിലൻസിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് എവിടെയാണ്, ആരാണ് ഇത്തരത്തിൽ ഈ ക്രമക്കേട് നടത്തിയത്, ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രധാന പ്രതിയാണെങ്കിൽ തന്നെ അതിനുവേണ്ട സഹായങ്ങൾ ആര് ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം ഇത് ദേവസ്വം ഉദ്യോഗസ്ഥർ തന്നെ അവരുടെ നേതൃത്വത്തിലാണോ അതോ ബോർഡിന് ഇത് കൃത്യമായി അറിയാമായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പരിശോധിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇത് റിപ്പോർട്ടുകൾ സമർപ്പിക്കുക. ഭവ്യ, ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഭക്തി മാഫിയെ പോറ്റി വളർത്തിയത് ദേവസ്വം ബോർഡ് എന്ന് വെളിപ്പെടുകയാണോ? ഇയാളെ ഇനി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ ആര്, എപ്പോഴൊക്കെ, എവിടെ, എന്തൊക്കെ കട്ടു എന്നതിലേക്ക് കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ.
ഭവ്യ, ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവുകളടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത്. പക്ഷേ ഈ 2 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തത് ക്രൈംബ്രാഞ്ചാണ് പിന്നീട് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പ്രത്യേക സംഘത്തിന് കൈമാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആദ്യഘട്ടത്തിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യണോ അതോ നോട്ടീസ് നൽകി സാവകാശം നൽകിയതിനു ശേഷം ഒരു സമയം പറഞ്ഞായിരിക്കുമോ ചോദ്യം ചെയ്യൽ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. ഒരുപക്ഷെ നോട്ടീസ് നൽകിയതിനു ശേഷം ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ആവശ്യപ്പെടാനാണ് സാധ്യത. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പിന്നീട് ദേവസ്വം ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതിനുശേഷം മാത്രമേ 2019 ഭരണസമിതിയിലേക്ക് അന്വേഷണം എത്തുകയുള്ളൂ. അതായത് അവരുടെ മൊഴിയെടുക്കുന്നതടക്കം 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് ആദ്യഘട്ട ചോദ്യം ചെയ്യൽ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതോടൊപ്പം 10ഓളം ദേവസ്വം ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യുന്ന ശേഷമേ ഭരണസമിതിയിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ മാത്രമേ ഇതിന്റെ രാഷ്ട്രീയമായ മാനം അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും അത് സർക്കാരിന് വലിയൊരു വെല്ലുവിളിയായി മാറുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരികയുള്ളൂ. നിലവിൽ പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ച് ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഗൂഢാലോചനയാണ് ഇങ്ങനെ 474 ഗ്രാം സ്വർണം കാണാതാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിലെ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ, ആ ഭരണസമിതിക്ക് ഈ വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്തെ ഭരണസമിതി അറിയാതെ അല്ലെങ്കിൽ അവരുടെ പ്രേരണയില്ലാതെ ഇങ്ങനെയൊരു തട്ടിപ്പ് നടക്കില്ല, അതിന് അവസരമുണ്ടാകില്ല. അവിടെ അത്രമാത്രം പരിശോധനകളും അതോടൊപ്പം തന്നെ നിരീക്ഷണങ്ങളും ഉള്ളതാണ്. അവിടെ നിന്ന് ഇങ്ങനെയൊരു കാര്യം സംഭവിക്കണമെങ്കിൽ പ്രേരണയോ അതല്ലെങ്കിൽ ബോധപൂർവമായ അറിവോ ഉണ്ടായിരിക്കും. അതിലേതാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നാണ് ഈ റിപ്പോർട്ടിലടക്കം പറയുന്നത്. അതുകൊണ്ട് ആ ദിശയിലേക്ക് വിശദമായ അന്വേഷണം നടക്കും. 6 ആഴ്ച സമയപരിധിയാണുള്ളത്. അതിൽ 3 ദിവസം പിന്നിടുന്നു അന്വേഷണം ആരംഭിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന അവ്യക്തതകൾക്ക് ഒരു വ്യക്തത കൈവരും എന്ന നിഗമനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. അത് മാത്രമല്ല, നമുക്കറിയാം ഈ CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അവിടെ തീരുന്നില്ല, 1ാം പിണറായി സർക്കാരിന്റെ കാലത്തെ ദേവസ്വം പ്രസിഡന്റാണ് പത്മകുമാർ. പിന്നെ വിജയകുമാർ, ശങ്കർദാസ് ഉൾപ്പെട്ട ബോർഡ് പ്രതിയാകുമ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി കൂടിയാകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കൊമ്പന്മാരുടെ കൂട്ടത്തിലേക്ക് ഇനി ആരൊക്കെ ഉണ്ടാകുമെന്നുള്ള വലിയ ചോദ്യം ബാക്കിയാണ്. ഓരോ ദിവസവും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നമ്മൾ ഇന്നലെ കണ്ട വിജിലൻസ് റിപ്പോർട്ടിൽ എണ്ണി പറയുന്നുണ്ട് ഭരണസമിതിയുടെ വീഴ്ചകൾ. അപ്പോൾ ഈ പേരിൽ അവസാനിക്കുമോടാൻ? നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഇപ്പോൾ ഈ എഫ്ഐആറിൽ ഉൾപ്പെട്ടിരിക്കുന്ന 2 എഫ്ഐആറുകളായി പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നവരിൽ അന്വേഷണം നിലവിലെ സാഹചര്യത്തിൽ ഒതുങ്ങാനാണ് സാധ്യത. കാരണം അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ അത് ആ സമയത്ത് ദേവസ്വം വകുപ്പിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന മന്ത്രിക്കോ അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടവർക്കോ ഒന്നും ഈ സംഭവവുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയുന്ന തെളിവുകളൊന്നും, അത്തരത്തിലുള്ള ഒരു തെളിവുകളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിലോ പ്രത്യേക അന്വേഷണ സംഘത്തിനോ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഭരണസമിതിയെ കൃത്യമായി സംശയമുന്നയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 2ാമത് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ കൃത്യമായി ഭരണസമിതിയുടെ പേര് മുഴുവൻ എടുത്തു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം തന്നെ വേണ്ടിവരും. എന്തായാലും പത്മകുമാറിലേക്ക് അന്വേഷണം എത്തുമ്പോൾ തന്നെ അതിന് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നൊക്കെ മാറി അതിനൊരു രാഷ്ട്രീയ മാനം കൈവരും. അതിനോട് CPM-ന്റെ പ്രതികരണം, സർക്കാരിന്റെ പ്രതികരണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടതാണ്. ഒരു അന്വേഷണത്തെയും ഭയപ്പെടുന്നില്ല, സുതാര്യമായി തന്നെയാണ് എല്ലാം നടത്തിയിരിക്കുന്നത്. അതിനപ്പുറത്ത് ഒരു തരി സ്വർണ്ണമെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി തിരികെ വെപ്പിക്കുമെന്ന് ദേവസ്വം മന്ത്രി തന്നെ വ്യക്തമാക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഇന്നലെ ആവർത്തിച്ച മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് താൻ ഉൾപ്പെടുന്ന ഭരണസമിതിക്ക് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താൻ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുമെന്ന് അദ്ദേഹം അസന്നിഗ്ധമായി ഇന്നലെ കൃത്യമായി തന്നെ പ്രതികരിച്ചിരിക്കുകയാണ്. അങ്ങനെ വളരെ ആത്മവിശ്വാസത്തോടെയാണ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ ഈ അന്വേഷണത്തെ പൊളിക്കാൻ നടന്ന രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞത് ദേവസ്വം മന്ത്രിയാണ്. ആ വാദങ്ങളൊക്കെ എടുത്ത് എറിയേണ്ട സമയമായി എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ ആ വാദത്തിൽ കുഴങ്ങിയതാണോ ഇപ്പോൾ ദേവസ്വം മന്ത്രി? അതായത് 6 ആഴ്ചത്തെ സാവകാശം, 6 ആഴ്ച എന്ന് പറയുമ്പോൾ 1.5 മാസം. ഈ 1.5 മാസത്തിനപ്പുറം ഈ അന്വേഷണ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഈ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. അതുവരെ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾക്കൊക്കെ അടിസ്ഥാനമുണ്ടാവുകയുള്ളൂ. സമഗ്രമായ അന്വേഷണ റിപ്പോർട്ടാണ് അവർ തയ്യാറാക്കുന്നത്. ആ റിപ്പോർട്ടായിരിക്കും ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെയും അതോടൊപ്പം ഭരണപക്ഷത്തിന്റെയും രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുക. കാരണം
വിശ്വാസവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണിത്. ഒരിക്കൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ച ഒരു നിലപാടിന്റെ പേരിൽ വലിയ വില കൊടുക്കേണ്ടി വന്നതാണ്. ആ തിക്താനുഭവത്തിൽ നിന്നാണ് പിന്നീട് ആഗോള അയ്യപ്പ സംഗമം ഉൾപ്പെടെ നടത്തിക്കൊണ്ട് വിശ്വാസികളെ ചേർത്ത് നിർത്തുക സർക്കാരിനൊപ്പം എന്നൊരു നിലപാടിലേക്ക് ഇടതു സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതും. അതിനിടയിലാണ് ഇങ്ങനെ അപ്രതീക്ഷിതമായ ഒരു വിവാദം തലവെക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ വളരെ കൃത്യമായ ബോധ്യത്തോടെ തന്നെയാണ് സർക്കാർ നോക്കിക്കാണുന്നത്. അവിടെ ഏതെങ്കിലും തരത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വകുപ്പുമായി ബന്ധപ്പെട്ടോ ഉള്ള തെളിവുകൾ കണ്ടെത്താൻ കഴിയാതിരിക്കുന്ന സാഹചര്യമുണ്ടായാൽ സർക്കാരിന്റെ ആത്മവിശ്വാസം വർദ്ധിക്കും. മറിച്ച് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നതെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന പൊല്ലാപ്പുകൾ ഞാൻ പറയേണ്ടതില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് 1 മാസം അല്ലെങ്കിൽ 2 മാസം മാത്രം, 2 മാസത്തിനകത്ത് കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് കേരളം. അതിനിടയിലാണ് ഇങ്ങനെയൊരു വലിയ വിവാദം തലപൊക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ അന്വേഷണം പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെ നിർണായകമാണ്. അവിടെ 6 ആഴ്ചക്കകം നമുക്കറിയാൻ കഴിയും എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നതെന്ന കാര്യം. കാരണം മാധ്യമങ്ങളോടക്കം സംസാരിക്കുന്നതിന് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് കോടതി. ഉണ്ണികൃഷ്ണൻ പോറ്റിയോടും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമുക്ക് കൃത്യമായി സ്ഥിരീകരിച്ചെടുക്കുന്നതിൽ ചില പരിമിതികൾ ഇപ്പോൾ നിലനിൽക്കുന്നു എന്നതാണ് വസ്തുത. തീർച്ചയായും ഡാൻ പറഞ്ഞതുപോലെ തന്നെ 6 ആഴ്ചയ്ക്കകം അറിയാം ഈ കൊള്ളസംഘത്തിൽ ഇനിയും വമ്പൻ കണ്ണികൾ ഉണ്ടോ എന്നത്. മാത്രമല്ല ഈ തിരുട്ടു സംഘത്തിന്റെ യഥാർത്ഥ ക്യാപ്റ്റൻ ആര് എന്നും നമുക്ക് കാത്തിരുന്ന് കാണാം. കൊച്ചിയിൽ നിന്ന് ആജ്ഞ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആജ്ഞ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണ സംഘത്തിന് പുറമെ SITക്ക് പുറമെ ഇപ്പോഴിതാ ED കൂടി രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. EDയുടെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ED കൂടി എത്തുമ്പോൾ കുരുക്ക് പൂർണ്ണമായും മുറുകിക്കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല. EDയുടെ അന്വേഷണം അത് ആരംഭിച്ചിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? ED പ്രാഥമിക അന്വേഷണം ഇന്നലെ ആരംഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അതായത് 2 FIR രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിലാണ് 2019 മാർച്ചിലും 2019 ജൂലൈയിലുമായി 2 കേസുകൾ രജിസ്റ്റർ ചെയ്തതുകൊണ്ടാണ് ഈ 2 FIR വന്നതും. ഈ 2 FIRന്റെ അടിസ്ഥാനത്തിലാണ് ED അന്വേഷണം ആരംഭിച്ചതും. എന്തായാലും ECIR രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇതുവരെ ED എത്തിയിട്ടില്ല. ED കോടതിയിൽ ഹാജരാക്കിയ വിജിലൻസ് രേഖകളും അതുമായി മഹസറുമായി ബന്ധപ്പെട്ടുള്ള മറ്റു രേഖകൾ, ഈ സ്ട്രോങ് റൂമിലടക്കമുള്ള രേഖകൾ, അത് സ്ട്രോങ് റൂമിന്റെ അടക്കമുള്ള അവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് അടങ്ങിയ രേഖകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ED പരിശോധിക്കുന്നു. മാത്രമല്ല ഇതിൽ കള്ളപ്പണ ഇടപാടും നടന്നിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും EDക്ക് അറിയേണ്ടത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങളാണ് ആ ഒരു സാഹചര്യത്തിൽ. അതായത് ഈ സ്വർണ്ണപ്പാളിക്ക് പുറമെ കട്ടളയും വാതിലും അതിന് മുകളിൽ ഉണ്ടായിരുന്ന പാളിയൊക്കെ കൊണ്ടുപോയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വിവിധ അമ്പലങ്ങളിലൊക്കെ വെച്ചിട്ട് അദ്ദേഹം അത് ഭക്തി വിറ്റ് കാശാക്കുന്ന ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ട്. അത് കണ്ടെത്തിയിട്ടുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകൾ, മറ്റിടപാടുകൾ എന്തൊക്കെയാണ്, സാമ്പത്തിക ഇടപാടുകൾ, സാമ്പത്തിക തിരിമറികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ED അന്വേഷിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അല്ലെങ്കിൽ EDയെ സംബന്ധിച്ചിട്ട് ബേസിക് ആയിട്ട് ഒരു കേസ് ഉണ്ടെങ്കിൽ മാത്രം അതിൻ്റെ മുകളിൽ മാത്രമേ അന്വേഷണം പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ. അതായത് EDക്ക് ഡയറക്റ്റ് ഒരു കേസ് നേരിട്ട് എടുക്കാൻ കഴിയില്ല നിലവിൽ. ആ ഒരു സാഹചര്യത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തപ്പോൾ അതിൻ്റെ ബേസിലാണ് ED ഇപ്പോൾ ECIR രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കമുണ്ടായിരിക്കുന്നത്. എന്തായാലും ECIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതായത് എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്നാണ് ECIRന്റെ രജിസ്ട്രേഷന് ശേഷമായിരിക്കും. ECIR രജിസ്റ്റർ ചെയ്യുന്ന നീക്കത്തിലേക്ക് ED ഇതുവരെ എത്തിയിട്ടില്ല. എന്നിരുന്നാൽ പോലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് ഒരു അന്വേഷണ സംഘം രൂപീകരിക്കുന്ന സാഹചര്യമുണ്ടായപ്പോൾ ഇത് ബാംഗ്ലൂരിലും ചെന്നൈയിലും ഒക്കെ കൊണ്ടുപോയിരിക്കുന്ന സാഹചര്യമുണ്ട്. അത് എങ്ങനെയാണ്, അതായത് അന്യ സംസ്ഥാനത്തേക്ക് കൊണ്ടുപോയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അന്വേഷിക്കാനുള്ള പരിധി സംസ്ഥാനത്തെ അന്വേഷണ സംഘത്തിനില്ല എന്നുള്ള കാര്യം പ്രതിപക്ഷങ്ങൾ പാർട്ടികളും അതുപോലെ BJPയും ഒക്കെ ചൂണ്ടിക്കാട്ടിയതാണ്. CBI അന്വേഷണത്തിന് വരണം, അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണത്തിലേക്ക് വരണം എന്നുള്ള ആവശ്യം നിരന്തരം ഉന്നയിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഈ കേസിനുണ്ട്. അത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഈ സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഇടപെടൽ എന്തൊക്കെയാണ്. സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഡ്വക്കേറ്റ് കോടതിയിൽ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്നത് സ്വർണ്ണപ്പാളി തന്നെയാണ്, സ്വർണ്ണ പൂശിയ പാളി തന്നെയാണ്. ഇതിൻ്റെ മേൽ സ്വർണ്ണം പൂശാൻ വീണ്ടും കഴിയില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തങ്ങൾ അറിയിച്ചിരുന്നതാണ്. അതായത് സ്വർണ്ണം പൂശിയതിൻ്റെ മുകളിൽ ഒരിക്കൽ കൂടി സ്വർണ്ണം പൂശാൻ കഴിയില്ല. അതുകൊണ്ട് അത് ഇളക്കി മാറ്റിയ ശേഷമാണ് വീണ്ടും സ്വർണ്ണം പൂശിയത്. ഇളക്കി
മാറ്റിയ ശേഷം പൂശിയ സ്വർണത്തിന്റെ ബാക്കിയായി വന്നിട്ടുള്ള 474.9 ഗ്രാം, അതായത് ഏതാണ്ട് 1/2 കിലോയോളം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ തിരികെ നൽകിയിട്ടുണ്ട്. ഇത് പുള്ളി തിരിച്ചെത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള രേഖകളും ഇതുവരെയുള്ള അന്വേഷണത്തിലും വ്യക്തമാകുന്നത്. അങ്ങനെയാണ് ഈ അന്വേഷണ സംഘത്തിന്റെ തലവൻ ADGP ക്രൈംബ്രാഞ്ച് ADGP എസ് വെങ്കടേഷാണ്, അതുപോലെ എസ് ശശിധരൻ, SP എസ് ശശിധരൻ, 2 SHOമാർ, അതുപോലെ ഒരു സൈബർ വിദഗ്ധൻ തുടങ്ങിയവരാണ് സംഘത്തിലുള്ളത്. ഇവരോട് 6 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് നൽകാനാണ് ഹൈക്കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പുരോഗതി റിപ്പോർട്ടും കോടതി നൽകേണ്ടുന്ന സാഹചര്യമുണ്ട്. ഈ റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ച ശേഷമാണ്, അതായത് വിജിലൻസ് ഓഫീസർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം രൂപീകരിക്കുന്നു. അതേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ED ആ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷമാണ് ED മറ്റ് അന്വേഷണങ്ങളിലേക്ക് കടക്കുക എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ED പ്രാഥമിക അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ രേഖകൾ പരിശോധിച്ച ശേഷമായിരിക്കും പ്രത്യേകിച്ചും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതും മറ്റ്, അതായത് ഇതിൽ ഇടപെട്ടിട്ടുള്ള ആളുകളുടെയൊക്കെ സാമ്പത്തിക ഇടപാടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ പരിധിയിൽ വരും, EDയുടെ അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ED പ്രത്യേകം അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രേഖകളെല്ലാം ഹസർ ഉൾപ്പെടെയുള്ള രേഖകൾ വിജിലൻസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി തുടർ നടപടികളിലേക്കുള്ള കാത്തിരിപ്പാണ്. എന്തായാലും അതേസമയം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിൽ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുകയാണ്. അവിടെ സ്വർണം ഉരുക്കി കടത്തിയെന്നാണ് വിലയിരുത്തലുള്ളത്. എന്താണ് സംഭവിച്ചതെന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും ചെന്നൈയിലേക്ക് ഈ സ്വർണ്ണപ്പാളി എത്തിയ സമയത്ത് 4.5 കിലോ തൂക്കവ്യത്യാസമാണ് ഉണ്ടായത്. 39 ദിവസത്തിനിടയിൽ എന്ത് സംഭവിച്ചു എന്നാണ് അറിയേണ്ടത്. എങ്ങനെയാണ് ഈ തൂക്കവ്യത്യാസം ഉണ്ടായത്? ഒന്നെങ്കിൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആക്കി മാറ്റി എന്ന കാര്യത്തിൽ സംശയമില്ല, അതല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗം മുറിച്ച് കടത്തപ്പെട്ട് കാണും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി ഇതൊന്നുമല്ലെങ്കിൽ ഒരു പക്ഷേ അയ്യപ്പന്റെ മായയായും ആളുകൾ ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട്. അവിടുത്തെ ആളുകൾ പറയാതിരിക്കാൻ സാധിക്കുകയില്ല. എന്തായാലും ഈ മറ്റു വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കൃത്രിമ കരിപ്രസാദ നിർമ്മാണത്തിൽ നടപടിക്കൊരുങ്ങി ദേവസ്വം ബോർഡ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും മേൽശാന്തിക്കും നോട്ടീസ് നൽകാൻ തീരുമാനം. ദേവസ്വം ബോർഡ് വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയ മഹസർ റിപ്പോർട്ടിലുള്ള എല്ലാ സാധനങ്ങളുടെയും ശേഖരിച്ച സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കും. വിനീഷ് വിവരങ്ങളുമായി ചേരുന്നു. വിനീഷ്, ഈ ശബരിമലയെ പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ഈ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കൃത്രിമ കരിപ്രസാദ നിർമ്മാണത്തിൽ അതിലൊരു നടപടിക്ക് ദേവസ്വം ബോർഡ് ഒരുങ്ങുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏതു തരത്തിൽ നടപടി ഉണ്ടാകും? വിവരങ്ങൾ. തീർച്ചയായും ഭവ്യ, നമുക്കറിയാം 2-3 ദിവസമായിട്ട് വലിയ രീതിയിൽ കൊട്ടാരക്കരയിൽ വാർത്തകൾ ഇടം നേടിയ സംഭവമാണ് ഗണപതി ക്ഷേത്രവും ക്ഷേത്രത്തിലെ പ്രസാദം കൃത്രിമമായിട്ട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ. ഇതുമായി വിജിലൻസിനടക്കം പരാതി ലഭിച്ചതിനെ തുടർന്നാണ് ദേവസ്വം വിജിലൻസ് കഴിഞ്ഞ ദിവസം അന്വേഷണവുമായി എത്തിയത്. 2 ഇടത്തായിട്ടായിരുന്നു കൃത്രിമമായിട്ട് പ്രസാദം നിർമ്മിച്ചത് കണ്ടെത്തിയത്. കരിപ്രസാദമായിരുന്നു. ഇവിടെയെല്ലാം കൃത്യമായിട്ട് അവർ എത്തുകയും പരിശോധന നടത്തുകയും സാമ്പിളുകൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സാമ്പിളുകൾ ശേഖരിച്ചു. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് നടപടിക്കൊരുങ്ങുന്നു എന്നുള്ളതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും മേൽശാന്തിക്കും കീഴ്ശാന്തിക്കും അടക്കം നോട്ടീസ് നൽകും എന്നുള്ള ഏറ്റവും പുതിയൊരു അറിയിപ്പാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ദേവസ്വം വിജിലൻസ് ശേഖരിച്ച സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്യും എന്നാലും വലിയ രീതിയിലുള്ള നടപടിയിലേക്ക് ഈ ഒരു സംഭവം നീങ്ങുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തില് ക്ഷേത്രോപദേശക സമിതി പിരിച്ചുവിട്ടിരുന്നു. ഈ ക്ഷേത്രോപദേശക സമിതി പിരിച്ചുവിട്ടതിനെ തുടർന്ന് ദേവസ്വം ബോർഡായിരുന്നു ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ചുമതലയും ഉത്സവം അടക്കം നടത്തി വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അതിനൊരു തീരുമാനമായിരിക്കുന്നു. ക്ഷേത്രോപദേശക സമിതി ഉടൻ തന്നെ രൂപീകരിക്കും എന്നുള്ളൊരു തീരുമാനവും കൂടി വന്നിരിക്കുന്നു. എന്തായാലും ഇത് ഭക്തർക്ക് വലിയൊരു ആശ്വാസകരമാണ്. അതുപോലെ തന്നെ ഭക്തരുടെയും അതുപോലെ തന്നെ ഹിന്ദു സംഘടനകൾ, BJP പ്രവർത്തകർ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നടപടിയായിരുന്നു ആവശ്യം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വിജിലൻസ് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് പരിശോധനയ്ക്കായിട്ട് എത്തിയപ്പോൾ തന്നെ SI റാങ്കിലുള്ള ആളായിരുന്നു എത്തിയത്. രാകേഷിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധനകൾ നടന്നത്. പക്ഷേ SP റാങ്കിലുള്ളവർ തന്നെ എത്തണം എന്നുള്ള വലിയൊരു ആവശ്യം ഉയർന്നു വന്നിരുന്നു. ഇതിനെതിരെയും വലിയ തർക്കങ്ങളെല്ലാം നിലനിന്ന സാഹചര്യത്തിലാണ് ഈ തർക്കങ്ങൾ കൊട്ടാരക്കര സിയുടെ നേതൃത്വത്തിൽ രമ്യമായി പരിഹരിക്കുകയും തുടർന്നുള്ള നടപടിക്രമങ്ങളിലേക്കും ഈ പരിശോധനകളിലേക്കും എല്ലാം നീങ്ങിയത്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് നടപടിക്കൊരുങ്ങുന്നു എന്നുള്ളതാണ് ഭവ്യ.
ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഭക്തിയുടെ പേരിൽ, ഭക്തിയുടെ മറവിൽ, അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചും കൂടി ഉചിതം. ഭക്തിയുടെ മറവിൽ ഈ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നത് നമ്മളെയൊക്കെ ഓരോ നിമിഷവും അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണല്ലേ. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. തിരിച്ചെത്താം മറ്റ് പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ചെറിയൊരു വേളയ്ക്ക് ശേഷം. മാനേജുകളുടെ പരാതി പരിഹരിക്കാനുള്ള നിർണായക ചർച്ച ഇന്ന്. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും അഡ്വക്കേറ്റ് ജനറലും പങ്കെടുക്കും. സുപ്രീം കോടതിയിൽ നിന്ന് NSS നേടിയെടുത്ത അനുകൂല വിധി മറ്റ് മാനേജ്മെന്റുകൾക്കും എങ്ങനെ ബാധകമാക്കാം എന്ന കാര്യത്തിലാണ് ചർച്ച. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, ഈ ക്രൈസ്തവ മാനേജുകളുടെ പരാതി അതെങ്ങനെ പരിഹരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്? ഒപ്പം അവരുടെ പരാതി അത് എന്തൊക്കെയാണ്, എപ്പോഴത്തേക്ക് ഈ ചർച്ച ആരംഭിക്കും, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, തീർച്ചയായും ഈ സർക്കാരിൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഭിന്നശേഷി നിയമനങ്ങൾ, അതായത് ആ ഒഴിവുകൾ നികത്തിയതിന് ശേഷം മാത്രമേ മറ്റ് ഒഴിവുകൾ അനുമതി നൽകൂ, അതായത് അതിന് അംഗീകാരം നൽകുകയുള്ളൂ എന്നായിരുന്നു സർക്കാരിൻ്റെ നിലപാട്. കാരണം അതിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് അത് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ മറ്റ് നിയമനങ്ങൾ പൂർത്തീകരിക്കാൻ പാടുള്ളൂ, അതിന് അംഗീകാരം നൽകുകയുള്ളൂ എന്നുള്ള. പക്ഷേ ഈ ഒരു NSS ഉൾപ്പെടെയുള്ള NSS ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ഒപ്പം ഈ മുസ്ലിം മാനേജ്മെൻറ്റുകൾ നേരിട്ട വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഒരു ഒഴിവുകൾ നികത്താൻ തക്ക രീതിയിലുള്ള ഉദ്യോഗാർത്ഥികളെ ലഭിക്കാത്തൊരു പ്രശ്നം, മാത്രമല്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നടക്കം പട്ടിക ലഭിക്കാത്ത പ്രശ്നം, അത്തരത്തിലുള്ളൊരു പ്രശ്നം നേരിട്ടപ്പോഴാണ് NSS സുപ്രീം കോടതിയിൽ പോയി അതിന് അനുകൂല വിധി നേടുന്നത്. അതായത് ഈ ഒരു ഭിന്നശേഷി നിയമനങ്ങൾ, അതായത് ആ ഒഴിവുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൽ ഉദ്യോഗാർത്ഥികൾ വരുന്ന അനുസരിച്ച് ആ ഒഴിവുകൾ നികത്തുക, പക്ഷേ ആ സമയത്തുള്ള മറ്റു ഒഴിവുകൾ നികത്തുന്നതിന് അംഗീകാരം നൽകാം. അത് NSSന് നേടിയെടുത്തൊരു വിധിയായിരുന്നു. പക്ഷേ അത് NSSന് മാത്രം അനുകൂലമായിരുന്നതായിരുന്നു ആദ്യം തുടക്കം തൊട്ട് തന്നെ സർക്കാരിൻ്റെ നിലപാട്. അതിന് വിപരീതമായി ഈ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾക്കും മുസ്ലിം മാനേജ്മെന്റുകൾക്കും ഈ ഒരു വിധി അനുകൂലം, ഈ ഒരു വിധി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുപ്പിക്കണം എന്നായിരുന്നു ഈ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ അടക്കം ആവശ്യം. അങ്ങനെയായിരുന്നു അവർ സമരത്തിലേക്ക് അടക്കം കടന്നത്. അപ്പോൾ അടക്കം ഈ ഒരു വിദ്യാഭ്യാസ മന്ത്രി നിലപാട് വ്യക്തമാക്കിയിരുന്നു അത് NSS നേടിയെടുത്തൊരു വിധിയാണ്, അത് പൊതുവായൊരു വിധിയായി കണക്കാക്കാൻ കഴിയില്ല എന്നായിരുന്നു സർക്കാരിൻ്റെ നിലപാട്. ആ ഒരു നിലപാടിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഒരു ചർച്ച ഇന്ന് നടക്കുന്നത്. അതായത് ഈ ഒരു നിലപാട്, അതായത് ഈ ഒരു വിധി എല്ലാവർക്കും, അതായത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള എല്ലാ മാനേജ്മെന്റുകൾക്കും ബാധകമാകുന്ന തരത്തിലേക്ക് ഉത്തരവ് പുറപ്പെടുപ്പിക്കാൻ കഴിയുമോ എന്ന കാര്യമാണ് അഡ്വക്കേറ്റ് ജനറലിൻ്റെ നേതൃത്വത്തിലടക്കമുള്ള ഈ ഒരു ചർച്ച പ്രധാനമായി പരിശോധിക്കുന്നത്. അത്തരത്തിൽ അതിന് കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു മാനേജ്മെന്റുകൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കാനും ഒപ്പം ഇത്തരത്തിൽ അങ്ങനെ സമീപിക്കുമ്പോൾ സർക്കാർ ഇതിനെ എതിർപ്പ് പ്രകടിപ്പിക്കില്ല എന്ന ഒരു ഉറപ്പും നൽകും. അതായത് ഈ രണ്ട് കാര്യത്തിലാണ് ഈ ഒരു ചർച്ചയിലൂടെ വ്യക്തത വരുത്താൻ സർക്കാർ ശ്രമിക്കുന്നത്. അതായത് ഒരു NSSന് അനുകൂലമായ വിധി അത് മറ്റ് മാനേജ്മെന്റുകൾക്കും അനുകൂലമാക്കിക്കൊണ്ട് ഒരു ഉത്തരവ് ഇറക്കാൻ കഴിയുമോ, ഒപ്പം അങ്ങനെ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഇത് സുപ്രീം കോടതിയെ സമീപിക്കാൻ മാനേജ്മെന്റുകൾക്ക് നിർദ്ദേശം നൽകുകയും അതിന് സർക്കാർ ഒരു എതിർപ്പ് അറിയിക്കാത്ത രീതിയിൽ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. ഇതൊരു സുപ്രധാനമായ ഒരു ചർച്ചയാണ്. കാരണം ക്രിസ്ത്യൻ മാനേജ്മെന്റ് അടക്കം വളരെ വലിയ രാഷ്ട്രീയ പ്രക്ഷോഭത്തിലേക്ക് അടക്കം കടന്നിരുന്നു. കാരണം NSSനെ മാത്രം അനുകൂലപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഒരു ഉത്തരവ് ഇറക്കുന്നു, മാത്രമല്ല മറ്റ് മാനേജ്മെന്റുകളും ഇതേ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. ഇതിലൊക്കെ ഒരു പൂർണ്ണ പരിഹാരം ഉണ്ടാക്കുക എന്ന തരത്തിലേക്കുള്ള ചർച്ചകളാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഭവ്യ, ശരി, സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ ശുപാർശകളിൽ തുടർ നടപടി സ്വീകരിക്കുന്നത് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന്. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം. കമ്മീഷന് വയ്ക്കാൻ സർക്കാരിന് അധികാരമില്ലെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. ശുപാർശകൾ നടപ്പാക്കാൻ സർക്കാരിന് അധികാരമുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ യോഗം. പ്രശ്നപരിഹാരത്തിനുള്ള ശുപാർശകൾ സമർപ്പിക്കാനാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത്. കോട്ടയം സ്വദേശി അനന്തു അജിയുടെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ തീരുമാനം. RSS ക്യാമ്പുകളിൽ ലൈംഗിക ചൂഷണം നേരിട്ടെന്നായിരുന്നു അനന്തുവിന്റെ ആത്മഹത്യാക്കുറിപ്പ്. VV അരുൺ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, ഗുരുതരമായ ചില കാര്യങ്ങൾ എഴുതി വെച്ചുകൊണ്ടാണ് അനന്തു ഈ നാട്ടിൽ നിന്ന് വിട പറഞ്ഞത്, ജീവൻ വെടിഞ്ഞത്. ഇപ്പോഴിതാ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനുള്ള തീരുമാനം വന്നിരിക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, RSSന്റെ OTC ക്യാമ്പുകളിൽ വെച്ച് ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾ ഉണ്ടായി അനുഭവിക്കേണ്ടി വന്നു എന്നാണ് അനന്തുവിന്റെ ആത്മഹത്യാക്കുറിപ്പ്. ഇൻസ്റ്റാഗ്രാമിൽ ഷെഡ്യൂൾ ചെയ്ത ശേഷമാണ് ഈ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത ശേഷമാണ് അനന്തു ആത്മഹത്യയിലേക്ക് പോയത്. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് തമ്പാനൂർ ലോഡ്ജിലായിരുന്നു അനന്തുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തനിക്ക് ഇനിയും സഹിച്ച് മുന്നോട്ട് പോകാനാകില്ല, നേരിട്ട ആഘാതത്തിന് തന്റെ ഈ ജീവിതം എങ്ങനെ അതിന് കാരണം RSS ആണ്. 4 വയസ്സ് മുതൽ RSS ശാഖയിൽ വെച്ച് താൻ ലൈംഗിക ചൂഷണത്തിന് ഇരയായി.
തുടർന്ന് വിഷാദ രോഗത്തിലേക്കും പോയി. 6 മാസമായി അതിന് മരുന്ന് കഴിക്കുന്നുണ്ട്. വളരെ ക്രൂരമായ ലൈംഗിക പീഡനം ഉണ്ടായിരുന്നു, നേരിടേണ്ടി വന്നിട്ടുണ്ട്. മാത്രമല്ല RSSന്റെ ദണ്ഡം ഉപയോഗിച്ചുള്ള മർദ്ദനവും ഏറ്റുവാങ്ങേണ്ടി വന്നു. തനിക്ക് മാത്രമല്ല ഒരുപാട് പേർ ഇതുപോലെ RSSകാരാൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് മനന്തുവിന്റെ പോസ്റ്റിൽ പറഞ്ഞിരുന്നു. RSS ക്യാമ്പുകളിൽ നടക്കുന്നത് കൊടിയ ചൂഷണമാണ്. അവരെയൊക്കെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ട്. രക്ഷപ്പെടുത്തി കൗൺസിലിംഗ് നൽകണം. ഈ ആരായാലും RSSകാരെ വിശ്വസിക്കരുത്, സ്വന്തം പിതാവാണെങ്കിൽ പോലും RSSകാരെ വിശ്വസിക്കരുതെന്നൊക്കെ പറഞ്ഞുള്ള ഒരു പോസ്റ്റാണ് സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവെച്ചുകൊണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചുകൊണ്ട് അനന്തു മരണത്തിലേക്ക് പോയത്. ഇതിൽ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. പേര് പറഞ്ഞാൽ പല പേരുകളും ഓർമ്മയില്ല എന്നാണ് അനന്തുവിന്റെ കുറിപ്പിലുള്ളത്. ഏതായാലും പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റം, അസ്വാഭാവിക മരണത്തിനാണ് തമ്പാനൂർ പോലീസ് കേസ് ചാർജ് ചെയ്തത്. അതിനൊപ്പം ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടി ചുമത്തുകയാണ്. അനന്തുവിന്റെ ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളിലേക്കും പോലീസ് കടക്കുകയാണ്. ഇത് രാജ്യവ്യാപകമായി തന്നെ ചർച്ചയായി മാറുന്ന ഒരു വിഷയമായി ഇതിനകം മാറിക്കഴിഞ്ഞു. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. RSS ക്യാമ്പുകളിൽ ഇത്തരത്തിൽ വളരെ ചെറുപ്രായത്തിലെ കുട്ടികൾ മുതൽ പോകുന്നുണ്ട്. ഈ ആരോപണം, അനന്തുവിന്റെ പോസ്റ്റ് ശരിയാണെങ്കിൽ അതീവ ഗുരുതരമായ ആരോപണമാണ് RSSനെതിരെ ഉയരുന്നത്. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. അജ്മാനിൽ മാനസിക നില തെറ്റിയ നിലയിൽ കണ്ടെത്തിയ യുവതി മനുഷ്യക്കടത്തിന്റെ ഇരയെന്ന കുടുംബം. ആലപ്പുഴ തോട്ടപ്പള്ളി സ്വദേശിനിയായ 25-കാരിയാണ് സെക്സ് റാക്കറ്റിന്റെ വലയിലകപ്പെട്ടത്. ആശുപത്രിയിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് യുവതിയെ വിദേശത്തെത്തിച്ചത് കാർത്തികപ്പള്ളി സ്വദേശിനി താര സുരേന്ദ്രനാണെന്നാണ് പോലീസിന് നൽകിയ പരാതിയിൽ കുടുംബം ആരോപിക്കുന്നത്. സെക്സ് റാക്കറ്റിന് വഴങ്ങാൻ തയ്യാറാകാതായതോടെ കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കിയ ശേഷം യുവതിയെ തെരുവിൽ ഉപേക്ഷിക്കുകയായിരുന്നു. അമ്പലപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ചെറുപ്രായത്തിൽ തന്നെ ഭർത്താവ് ഉപേക്ഷിച്ച യുവതി. ഈ കാണുന്ന വീട്ടിലാണ് കഴിഞ്ഞ മെയ് മാസം വരെ കുഞ്ഞുമായി അവർ താമസിച്ചത്. കയറിക്കിടക്കാൻ ഒരു വീടും കുഞ്ഞിന്റെ വിദ്യാഭ്യാസവും ലക്ഷ്യം വെച്ചാണ് 40,000 രൂപ ശമ്പളം നൽകാമെന്ന താരയുടെ വാഗ്ദാനത്തിൽ അജ്മാനിലേക്ക് 25-കാരി വിമാനം കയറുന്നത്. കൂലിപ്പണിക്കാരായ രക്ഷിതാക്കൾ വിസ ചെലവിനായി 2 ലക്ഷം രൂപയും താരയ്ക്ക് നൽകിയതായി പറയുന്നു. ആശുപത്രിയിൽ ക്ലീനിംഗ് ജോലിയായിരുന്നു വാഗ്ദാനം ചെയ്തത്. ഗൾഫിലെത്തിയതോടെയാണ് യുവതി കെണിയിലകപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പം മെയ് 6-ാം തീയതിയാണ് അജ്മാനിലേക്ക് രാത്രി 9:30-ക്കായിരുന്നു ഫ്ലൈറ്റ്. 12:30 അവിടെ എത്തിയെന്നും പറഞ്ഞ് അച്ഛൻ്റെ സിസ്റ്ററിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ എത്തിയപ്പോൾ രാവിലെ വീട്ടിലോട്ട് വിളിച്ചോളാന്ന് പറയണേന്ന് പറഞ്ഞ് അങ്ങനെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. 2 തവണ വിദേശത്തേക്ക് പോയിട്ടുണ്ടല്ലേ? എങ്ങനെയായി വിദേശത്തേക്ക് പോയത്? എന്ത് ജോലിക്കായിട്ടാണ് പോയത്? ആദ്യത്തെ പ്രാവശ്യം പോയത് സൂപ്പർ മാർക്കറ്റിലായിരുന്നു. അത് അവിടെ ഇരുന്ന് വിളിക്കുകയോ എടുക്കുകയോ നമ്മളോട് സംസാരിക്കുകയോ എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പോയ പ്രാവശ്യത്തെ നമ്മളെ വിളിച്ചിട്ടോ സംസാരിച്ചിട്ടോ അപൂർവം മാത്രമേ നമ്മളോട് സംസാരിക്കുകയോ എടുക്കുകയോ ചെയ്തിട്ടുള്ളൂ. ഈ രണ്ടാമത് പോയതിനു ശേഷം അല്ലേ? അപ്പോൾ ഈ രണ്ടാമത് പോകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയത് എങ്ങനെയായിരുന്നു? അവൾക്ക് കുറച്ച് കടങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവളെ കുഞ്ഞിനെയും കൊണ്ട് ഈ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവൾക്കൊരു വീട് വെക്കണമെന്നുള്ള ലക്ഷ്യവും പിന്നെ കടങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് വീട്ടണം, അവളുടെ മോളെ നല്ല രീതിയിൽ വളർത്തണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അവള് പോകാൻ ഒരുങ്ങിയത്. അപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് നേരത്തെ പറഞ്ഞ സ്ത്രീയാണോ? താര തന്നെയായിരുന്നു ആദ്യം കൊണ്ടുപോയതും. സൂപ്പർ മാർക്കറ്റിൽ കഴിഞ്ഞപ്പോൾ നാട്ടിൽ വന്നു. പിന്നെയും താര വിളിച്ചിട്ടാണ് എൻ്റെ കുട്ടി പോകുന്നത്. ഈ താര എങ്ങനെയാ പരിചയം? അവള് മൈക്രോ ഫിനാൻസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടെ ലോൺ ചെയ്യാൻ പോയി, അങ്ങനെയുള്ള പരിചയമാണ്. ഈ താര അവിടെ ലോൺ എടുക്കാൻ വന്നിരുന്നു? താര ലോൺ ചെയ്യാനായിട്ട് അവൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. താരയുടെ ഭർത്താവിന്റെ വീട്ടിലും താരയുടെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു. താര എന്ത് പറഞ്ഞാണ് നിധി പരിചയപ്പെടുന്നത്? നേരത്തെ ഇവർ കിണിയുടെ കടയിൽ നിന്നുള്ള പരിചയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പരിചയപ്പെടുന്നത് ഈ ലോണിന്റെ SKSന്റെ ലോണിന്റെ ചെയ്യാൻ പോയപ്പോൾ അങ്ങനെയുള്ള പരിചയമായിരുന്നു. വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യാനോ വിവരങ്ങൾ പങ്കുവെക്കാനോ അനുവദിച്ചിരുന്നില്ല. ഒടുവിൽ വീട്ടുകാരെ ബന്ധപ്പെട്ടപ്പോൾ മാനസിക നില തകർന്ന അവസ്ഥയിലായി. മർദ്ദനമേറ്റ് മുഖം വീങ്ങിയിരുന്നെന്നും സഹോദരി പറയുന്നു. മുടി തലയിൽ നിന്ന് വടിച്ചു മാറ്റി. മുടി മുറിച്ച് വടിക്കുകയും ചെയ്ത് അവളെ ദേഹോപദ്രവമൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും ഒടുവിൽ വീഡിയോ കോൾ ചെയ്യുന്ന
ഒരു വെള്ളിയാഴ്ചയോടുകൂടി അവളെ ഒടുവിൽ എന്നെ വീഡിയോ കോൾ ചെയ്യുന്നത്. ആദ്യമായിട്ടും അവസാനമായിട്ട് ചെയ്ത വീഡിയോ കോൾ അതായിരുന്നു. വേറെ കുട്ടികളെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടോ? 25 വയസ്സുള്ളല്ലോ അനിയത്തിക്ക്. അത്തരത്തിൽ ഇങ്ങനെ വേറെ ആളുകളെ ഈ താര കൊണ്ടുപോയതേ അറിയാവോ? എൻ്റെ അറിവിൽ അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടൊന്നുമില്ല. ഈ താര പിന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലേ? കോണ്ടാക്ട് ചെയ്യാൻ അവളെ വാട്സപ്പിലെല്ലാം മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തരികയോ ഒന്നും ചെയ്തിട്ടില്ല. DP മാറ്റിയിട്ട് നോക്കിയിട്ട് ഒന്നും, നമ്പർ ചേഞ്ച് ചെയ്തിട്ടൊന്നും റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും തരുന്നില്ല. ഇല്ല. താരയെ സംബന്ധിച്ച ആരോപണം ശരിവെച്ചുകൊണ്ട് അവരുടെ മുൻ ഭർത്താവ് ശരത്തും രംഗത്തെത്തിയിട്ടുണ്ട്. മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് മനുഷ്യക്കടത്തിന് ഇരയാക്കപ്പെട്ട യുവതിയും താരയുമായി പരിചയപ്പെടുന്നത്. യുവതിയുടെ 7 വയസ്സുകാരിയായ മകളെ അജ്മാനിലെത്തിച്ചാൽ 10 ലക്ഷം രൂപ നൽകാമെന്ന് റാക്കറ്റിന്റെ വാഗ്ദാനം ഉണ്ടായിരുന്നുവെന്നും കുടുംബം പറയുന്നു. ഇവിടുന്ന് കുറെ പേരെ കൊണ്ടുപോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷെ നമുക്ക് ആരാ എന്തോന്നൊന്നും ഒരു അറിവും നമ്മുടെ ഇതിലില്ല. അല്ല, അനീതിയുടെ കാര്യത്തിൽ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ രീതിയിൽ ട്രാപ്പ് ചെയ്യാനാണ് നോക്കിയത്. ഇപ്പം അവള് പറഞ്ഞത് വെച്ച് നോക്കുവാണെങ്കിൽ അങ്ങനെ തന്നെ അവളെ ട്രാപ്പ് ചെയ്യാനാണ് അവർ കഴിവതും ശ്രമിച്ചത്. അതിൽ പ്രതിരോധിച്ചപ്പോഴാണ് ഈ ഉപദ്രവം ഏൽക്കേണ്ടത്. ഇപ്പൊ ഒരു മാനസിക നില തെറ്റിയ നിലയിലാണ് ആള്. മാനസികാവസ്ഥ തെറ്റിയ നിലയിലാണ് എൻ്റെ കുട്ടി ഇപ്പോൾ ഉള്ളത്. തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടല്ലേ? പോലീസിൽ പരാതി നൽകിയോ? ശരിക്കും ഇതൊരു മനുഷ്യക്കടത്ത് പോലെ തന്നെയാണല്ലോ. അവിടേക്ക് മറ്റ് കബളിപ്പിക്കൽ അടക്കമുള്ള കാര്യം, ഈ വിസ കാര്യങ്ങളൊന്നും നിങ്ങൾ വെരിഫൈ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല? ഞങ്ങൾ അന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞേടി എനിക്ക് വിസയുടെ കോപ്പിയും വേണം, പാസ്പോർട്ടിന്റെ വിസയുടെയും ടിക്കറ്റിന്റെയും കോപ്പി വേണമെന്ന് പറഞ്ഞപ്പം ഞാൻ ഇട്ട് തരാന്ന് പറഞ്ഞിട്ട് അവള് പിന്നെ അത് ഇട്ട് തന്നിട്ടേ ഇല്ല. സെക്സ് റാക്കറ്റിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട യുവതിയെ മനോനില തെറ്റിയ നിലയിൽ തെരുവിൽ കണ്ടെത്തുകയായിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ ചികിത്സയിലാണ്. മനോനില വീണ്ടെടുക്കാനാകാത്തതിനാൽ നാട്ടിലേക്ക് കയറ്റി അയക്കാൻ കഴിയാത്ത അവസ്ഥ. അമ്മ നാട്ടിലെത്തുന്നത് കാണാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഈ കുടുംബം. ഈ വീട് കണ്ടോ? കയറി കിടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലുള്ള ഒരു വീടാണിത്. ഒറ്റമുറി മാത്രമാണുള്ളത്. വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലായിരുന്നു. ഒരു 2 മുറി വീട് വെക്കണം, ഒപ്പം തന്നെ ഈ കുഞ്ഞിനെ മികച്ച വിദ്യാഭ്യാസം നൽകി പഠിപ്പിക്കണം. ഈ 2 ആഗ്രഹങ്ങളുടെ പുറത്താണ് ആ അമ്മ കടൽ കടന്നു പോയത്. പക്ഷെ അവളുടെ ജീവിതം ദുരന്ത സമാനമായ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ആ ഒരു സ്ഥിതി ആ യുവതിക്ക് വരുത്തി വെച്ചവർക്കെതിരെ കർശന നിയമ നടപടി പോലീസ് സ്വീകരിക്കണം. ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. പേരാമ്പ്രയിൽ കലാപമുണ്ടാക്കാനാണ് ഷാഫി പറമ്പിൽ MPയുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നതെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം SK സജീഷ്. UDF റാലിയുടെ മറുവശത്തുണ്ടായിരുന്ന LDF പ്രവർത്തകരുമായി ഏറ്റുമുട്ടാനായിരുന്നു ആദ്യ നീക്കം. എന്നാൽ പ്രവർത്തകരെ ഒഴിവാക്കിയതോടെയാണ് പോലീസിനെതിരെ തിരിഞ്ഞത്. 3 മണിക്കൂറോളം സ്ഥലത്ത് പ്രകോപനം സൃഷ്ടിച്ച ശേഷം പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിയുകയായിരുന്നു. ഇതിനുശേഷമാണ് സംഘർഷം തുടങ്ങിയതെന്നും SK സജീഷ് ആരോപിച്ചു. ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ അവിടെ ആദ്യം LDF പ്രവർത്തകരെ ആക്രമിക്കാം, അവരവിടെ ഉണ്ടാകും. അങ്ങനെ ഒരു അക്രമം സംഘടിപ്പിച്ച് ഒരു മനുഷ്യജീവൻ ഉൾപ്പെടെ നഷ്ടപ്പെടുത്തി കളയാൻ കഴിയുമെങ്കിൽ ആ നിലയിലുള്ള ഒരു നിലപാട്, അത് വളരെ സമചിത്തതയോടുകൂടി LDF കൈകാര്യം ചെയ്ത് നേതാക്കന്മാർ ആളുകളെ മുഴുവൻ ഒഴിവാക്കിയതുകൊണ്ട് ആ ഗിമ്മിക്ക് പരിപാടി അല്ലെങ്കിൽ അപകടകരമായ ആ പ്രവർത്തനം നടന്നില്ല. അപ്പോഴാണ് പോലീസിന് നേരെ തിരിഞ്ഞത്. ദീർഘനേരമായിട്ട് 3 മണിക്കൂർ നേരം പ്രകോപിതരാവാതെ സഹിച്ചു നിന്ന എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പോലീസിൻ്റെ ഉള്ളിൽ സ്ഫോടനം നടക്കുന്നു. ആ സ്ഫോടനം UDFന്റെ കോൺഗ്രസിൻ്റെ ആ ഭാഗത്ത് നിന്ന് വന്ന സ്ഫോടക വസ്തു പൊട്ടുന്നതാണ് എന്ന ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ സമഗ്രമായ അന്വേഷണം നടത്തണം. ഷാഫി പറമ്പിൽ ഒരു MP എന്നുള്ള നിലയ്ക്ക് ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കാനാണോ ശ്രമിക്കുന്നതെന്ന് എല്ലാവരും പൊതുവെ രാഷ്ട്രീയ ഭേദമന്യേ ഇതിൽ ശക്തമായി പ്രതിഷേധിക്കുകയും പരിശോധിക്കുകയും എല്ലാം ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ ഈ നാടിൻ്റെ ആവശ്യമാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ NDAയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ. മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായിട്ടില്ല. RJD കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ചർച്ച നടത്തും. മനു ഭരത് വിവരങ്ങളുമായി ചേരുന്നു. മനു ഭരത്, ഒരു ഭാഗത്ത് NDA തുടക്കത്തിൽ തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഇത് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ മറുവശത്ത് മഹാസഖ്യം ഇപ്പോഴും തീരുമാനത്തിലെത്തിയിട്ടില്ല, അല്ലെ? മഹാഗഠബന്ധനിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ്. കോൺഗ്രസിൻ്റെ അവിടുത്തെ ബീഹാറിലെ നേതാക്കൾ RJDയുടെ പൂർണ്ണമായ ഈ അപ്രമാദിത്യം അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്ന നിലപാടാണ് വ്യക്തമാക്കുന്നത്. കോൺഗ്രസിൻ്റെ അവിടുത്തെ നേതാക്കൾ രാജേഷ് റാമിനെ പോലുള്ള ആളുകൾ 60 സീറ്റ് കോൺഗ്രസിന് എന്തായാലും ഈ മഹാഗഠബന്ധൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ കിട്ടണം എന്നതാണ് അവരുടെ വാദം. അതേസമയം കഴിഞ്ഞ തവണ 70 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് 19 ഇടത്ത് പോയി മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ലാലു യാദവും തേജസ്വിയുമൊക്കെ തങ്ങൾക്ക്
ആണ് പകുതിയിലധികം സീറ്റുകളുടെ അവകാശം ഉള്ളത് എന്ന് വ്യക്തമാക്കും. 138 സീറ്റിൽ മത്സരിക്കാൻ ആണ് RJD തയ്യാറെടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി ഇടപെടണം എന്ന ഒരാവശ്യം വരുന്നത്. ഏതായാലും ഈ കോൺഗ്രസ് നേതാക്കളായ ഷക്കീൽ അഹമ്മദ് ഖാനും അതുപോലെ കൃഷ്ണ അലാവിയുമൊക്കെ അവിടെ തങ്ങളുടെ നിലപാട് കടുപ്പിക്കുകയാണ്. BJP ആകട്ടെ മറുവശത്ത് സുഗമമായ ഒരു സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരിക്കുന്നു. 101 സീറ്റുകളിൽ വീതം മത്സരിക്കാം എന്ന നിലപാട് JDUവും BJPയും എടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ രണ്ടുപേരും കഴിഞ്ഞ തവണ BJP ആണെങ്കിൽ 110 സീറ്റുകളിൽ മത്സരിച്ചു, JDU ആണെങ്കിൽ 115 സീറ്റുകളിൽ മത്സരിച്ചു. അപ്പോൾ രണ്ടുപേരും വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരിക്കുന്നു. ഒപ്പം തന്നെ ചിരാഗ് പാസ്വാന് കൂടുതൽ സീറ്റുകൾ 29 സീറ്റുകൾ വിട്ടു നൽകാം എന്ന നിലപാടിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. കോൺഗ്രസിനകത്ത് ഇതുപോലെ മറ്റു പല അല്ലെങ്കിൽ കോൺഗ്രസ് സഖ്യത്തിൽ ഇന്ത്യ സഖ്യത്തിനകത്ത് ഇതുപോലെ മറ്റു പലരും ഇത്തരം ഒരു പ്രശ്നങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ VIP പാർട്ടി വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയൊക്കെ അവർക്ക് കിട്ടിയ ഒരു പ്രാതിനിധ്യം തീരെ പോരാ. ഇന്ത്യ മുന്നണിക്കകത്ത് ഒരു അസുഖബാധിതയായ അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് ഡൽഹിയിലെ ഡോക്ടർമാർ ഇടപെടുന്നു എന്ന തരത്തിലൊക്കെയുള്ള പരിഹാസം ഒക്കെ അവർ ഉന്നയിക്കുകയാണ്. അപ്പോൾ തുടക്കത്തിൽ കല്ലുകടി എന്നതാണ് ഇന്ത്യ മുന്നണി നേരിടുന്ന വലിയൊരു പ്രശ്നം. വോട്ടർ അധികാർ യാത്രയൊക്കെ വലിയ നേട്ടം ഉണ്ടാക്കാൻ കോൺഗ്രസിനെ സഹായിച്ചു എന്ന് കോൺഗ്രസ് വാദിക്കുമ്പോൾ തങ്ങൾ തന്നെയാണ് അവിടുത്തെ കരുത്തർ എന്ന് RJDയും വാദിക്കുന്നു. പക്ഷേ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന വലിയ ഒരു പ്രതിപക്ഷ ഐക്യം പതുക്കെ ഇല്ലാതാകുന്നു എന്ന ഒരു സംശയം വരികയാണ്. ആത്യന്തികമായി തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ആ സഖ്യത്തിനകത്തുള്ള വിള്ളലുകൾ കൂടുതൽ വലുതാകുന്നു എന്ന ചോദ്യം വരുന്നു. ഇന്ന് പ്രഖ്യാപിച്ചില്ലെങ്കിൽ JMM സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കും. കോൺഗ്രസ് ആകട്ടെ 60 സ്ഥാനാർത്ഥികളെ തങ്ങൾ പ്രഖ്യാപിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. പനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്. പശ്ചിമ ബംഗാളിൽ കൂട്ടബലാത്സംഗത്തിനിരയായ അതിജീവിത എന്തിന് രാത്രി 12:30 പുറത്തിറങ്ങിയെന്ന തന്റെ ചോദ്യത്തെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി തന്റെ പ്രസ്താവനയെ വളച്ചൊടിച്ചതാണെന്നാണ് മമതയുടെ വാദം. മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകുക മാത്രമാണ് ചെയ്തതെന്നും പ്രതിപക്ഷം വൃത്തികെട്ട രാഷ്ട്രീയമാണ് പിന്തുടരുന്നതെന്നും അവർ പറഞ്ഞു. അതേസമയം സംഭവത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ തൃണമൂൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കി. മമതയുടെ പ്രസ്താവന അപമാനകരമാണെന്നും പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണെന്നും BJP വാദിച്ചു. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകിടം മറിഞ്ഞെന്നും സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നുമാണ് CPM പറഞ്ഞത്. സംഭവം ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ആവർത്തിക്കുകയാണ്. പ്രത്യേകിച്ചും കൂട്ട ബലാത്സംഗങ്ങൾ പശ്ചിമ ബംഗാളിൽ ആവർത്തിക്കുമ്പോഴാണ് ഒരു വനിതാ മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിലുള്ള വിചിത്രമായ പരാമർശം നടത്തിയത് എന്നതാണ് ഏറെ ശ്രദ്ധേയം. പൂർണ്ണമാവുകയാണ് 9 മണി വാർത്ത. ഇനി വാർത്തകൾ വിശദമായി ചർച്ച ചെയ്യേണ്ട സമയമാണ്. ന്യൂസ് ടെൻസിൽ രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും. നമസ്കാരം.